ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പരിപ്പെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പരിപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിൽ അടച്ചു വെച്ച് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയ ശേഷം നമുക്ക് മൂടി തുറന്ന് പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് താളിച്ചൊഴിക്കാം. ഇപ്പം നമ്മൾ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4-5 പീസ് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളകും കട്ട് ചെയ്തതും, 2 വറ്റൽമുളകും, കുറച്ച് ചെറിയുള്ളി, ഒരു സബോള കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ ഈസി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിളായൊരു കറിയാണ്. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വിഭവമായിട്ട് കാണാം.